പ്രിയമുള്ളവരെ, എന്താണ് പുരോഗമനം? വാട്ട് ഈസ് പുരോഗമനം എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ആശയങ്ങളും ഒരുപാട് സിറ്റുവേഷൻസും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടാവും. അതുകൊണ്ട് കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, അവൾ സ്വന്തം വിദ്യാഭ്യാസവും കഴിവും ഒക്കെ വെച്ചുകൊണ്ട് ഒരു കരിയറിൽ വളരെയധികം എക്സൽ ചെയ്യാണ്, നല്ല അഭിപ്രായങ്ങൾ നേടുന്നു, അവൾ ഹാപ്പിയാണ് അവളുടെ കരിയർ നന്നായി പോകുന്ന കാര്യത്തിൽ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അവളൊരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ഓപ്ഷൻ 1, വിവാഹശേഷം വിവാഹബന്ധം എങ്ങനെ പോയി കഴിഞ്ഞാലും എനിക്ക് എൻ്റെ ജോലി ഉപേക്ഷിക്കാൻ പറ്റില്ല, എൻ്റെ ഈ കരിയറിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റില്ല, കാര്യം ഞാൻ അത്രയും പണിയെടുത്തുണ്ടാക്കിയിട്ടുള്ളതാണ്, എൻ്റെ കരിയർ എനിക്ക് വലുതാണ് എന്നൊരു തീരുമാനമെടുക്കുന്നു. ഓപ്ഷൻ 2, വിവാഹം കഴിഞ്ഞു, എനിക്ക് ആ ഒരു ബന്ധത്തിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതാണിപ്പോൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ കരിയർ ഒന്ന് പോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ കരിയർ ഞാൻ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയാണ് എന്നവൾ തീരുമാനമെടുക്കുന്നു. ഓപ്ഷൻ 3, വിവാഹത്തിന് മുമ്പ് ഞാൻ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തെടുത്ത എൻ്റെ ഒരു കരിയർ ഉണ്ട്, ഇതിപ്പോൾ അവസാനിപ്പിച്ചാലും എനിക്ക് തിരിച്ചു വരാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള പോക്കിന്, സുഗമമായിട്ടുള്ള ഒരു പോക്കിന് ഞാൻ എൻ്റെ കരിയർ ഒന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കും അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്ന് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ആസ് എ ഫാമിലി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതി നിലവിലെ കരിയറിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് അവൾ സ്വിച്ച് ചെയ്യുന്നു. ഈ മൂന്നിൽ ഏതാണ് ശരിക്കുള്ള പുരോഗമനം? ഈ ഒരു ഉദാഹരണം കുറച്ച് വിശദമായി പറയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഉത്തരം എന്നുള്ളതിലേക്ക് വരാൻ വേണ്ടിയിട്ട് 3 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഉദാഹരണം നമ്പർ 1, അത് മലയാളികളുടെ എക്കാലത്തെയും പ്രിയ നായികമാരിൽ ഒരാളായി മാറിയിരുന്ന സംയുക്ത വർമ്മയാണ്. സംയുക്ത വർമ്മയും ബിജു മേനോനും തമ്മിൽ വിവാഹം കഴിക്കുന്നു. വിവാഹശേഷം സംയുക്ത വർമ്മ 1-2 പരസ്യങ്ങളിൽ വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ അവർ സിനിമയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ബിജു മേനോൻ തന്നെ പറയുന്നത് അദ്ദേഹം നായകനായ സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിലേക്ക് സംയുക്ത വർമ്മയെ ഒരുപാട് നിർബന്ധിച്ച് വിളിച്ചതാണ്, പക്ഷേ അപ്പോഴൊന്നും അവർ വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ സിനിമ എന്ന് പറയുന്ന അവർ ഏറ്റവും തിളങ്ങി നിന്നിരുന്ന ഒരു കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് സംയുക്ത വർമ്മ കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നത്. സംയുക്ത വർമ്മയുടെ ഉദാഹരണം എന്തുകൊണ്ട് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ ഹിറ്റായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു റീലുണ്ട്. ആ റീല് നമുക്ക് ആദ്യം കാണാം, എന്നിട്ട് കാരണത്തിലേക്ക് വരാം. ബിജുവേട്ടന് ഇഷ്ടമുള്ള പോലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കറിയാം. ബിജുവേട്ടൻ്റെ ലൈഫിൽ ആകെ കൂടി ബിജുവേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആരും നന്നായിട്ട് ഫുഡ്, നല്ല സ്വാദുള്ള ഫുഡ് കഴിക്കുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുക, അതാണ് ഏറ്റവും വർക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ. വിച്ച് ഗോഡ് ഡിഡ് ബിജു മേനോൻ പ്രേ ടു? ഏത് ദൈവത്തോടാണ് ബിജു മേനോൻ പ്രാർത്ഥിച്ചത്? എന്നിട്ട് അതിൻ്റെ ക്യാപ്ഷൻ എങ്ങനെയാണ്? ബ്രോ വോൺ, അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അതായത് ബിജു മേനോൻ ജീവിതത്തിൽ വിജയിച്ചിരിക്കുകയാണ് സംയുക്ത മേനോനെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ. അത് നമുക്ക് പല ആളുകളെക്കുറിച്ചും തോന്നാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, നല്ല കാര്യങ്ങൾ. പക്ഷേ എന്തിൻ്റെ പേരിൽ അത് തോന്നുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ബിജു മേനോൻ വിജയിച്ചിരിക്കുന്നു, വിജയശ്രീ ലാളിതനായിരിക്കുന്നു എന്ന് ഈ റീൽ ബിൽഡ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള ആൾ വിശ്വസിക്കുന്നത് ബിജുവേട്ടന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരു ഭാര്യയായിട്ട് സംയുക്ത വർമ്മ ജീവിക്കാൻ തീരുമാനിച്ചു. അത് കണ്ട് കോൾമേയർ കൊണ്ടുകൊണ്ട് ഇത്തരം ഒരു റീൽ ഉണ്ടാക്കാൻ അവരെ പല ഘടകങ്ങൾ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. ഒന്ന് ഇത്രയും വലിയ സ്റ്റാറായി നിന്നിരുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അയാൾക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ സംയുക്ത വർമ്മ അവരുടെ വേഷവിധാനങ്ങളിലൊക്കെ പുലർത്തുന്ന നമ്മുടെ ഈ നാടൻ സദാചാര പരിപാടികൾക്കൊക്കെ ചേർന്ന് നിൽക്കുന്ന അങ്ങനെയുള്ള കുറേ എലമെൻറ്റ്സ് വെച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഒരു റീൽ അടിച്ചിടാൻ തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ റീലിൽ പറയുന്ന ബിജുവേട്ടന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്ന സംയുക്ത വർമ്മയുടെ ഈ ഫുൾ ഇൻ്റർവ്യൂ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, ബിജുവേട്ടന് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എൻ്റെ കരിയർ ത്യജിക്കുക എന്ന് പറയുന്ന ആ ഒരു സംയുക്ത വർമ്മയല്ല നമ്മളവിടെ കാണുന്നത്. എൻ്റെ സന്തോഷത്തിന് വേണ്ടി, അതായത് അവർക്ക് സിനിമ അഭിനയത്തിനേക്കാൾ കൂടുതൽ അവർ എൻജോയ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതിപ്പോൾ പുസ്തകങ്ങൾ വായിക്കുക, സിനിമകൾ കാണുക, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണെന്ന് അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. വീട് വൃത്തിയാക്കി വെക്കുക, പുതിയ ഈ കുക്കിംഗ് പരീക്ഷണങ്ങൾ, എനിക്ക് ടെൻഷൻ വന്നാൽ ഞാൻ കുക്ക് ചെയ്യും എന്നൊക്കെയാണ് സംയുക്ത വർമ്മ പറയുന്നത്. അതായത് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു സ്പേസായി അവർ ഈ സമയത്തിനെ കാണുകയാണ്, അങ്ങനെ അവർ ഉപയോഗിക്കുകയാണ്. നമ്മൾ സംയുക്ത വർമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം ലൈഫിൽ സ്വന്തം ഇഷ്ടപ്രകാരം എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന സംയുക്ത വർമ്മയാണ്. അല്ലാതെ ബിജുവേട്ടൻ്റെ സിനിമകൾ പ്രൊമോട്ട് ചെയ്ത് ബിജുവേട്ടൻ എന്ന് പറഞ്ഞ് അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളെ അല്ല. ഒരു വീട്ടമ്മ എന്ന നിലയിൽ അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ വീടിനകത്തെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ വീടിൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കുന്ന ഒരാൾ, അതിപ്പോൾ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരാണെങ്കിലും, വീടിനകത്ത് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അതിനൊരു ഉത്തരവാദിത്വമായി അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് അവരാ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഓരോ കുഞ്ഞു കാര്യങ്ങളും ഷീ നോസ്
അവരെന്താണ് അവിടെ ചെയ്യുന്നത്, അതിലെന്തൊക്കെയാണ് അവർ സ്വന്തമായി ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് ചെയ്യുന്നതെന്നുള്ളത് അവരുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ റീല് കട്ട് ചെയ്ത ആൾ ബിജുവേട്ടനുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നൊരു സംയുക്ത വർമ്മയെ മാത്രമേ കാണുന്നുള്ളൂ. ആ ഇൻ്റർവ്യൂ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ബിജു മേനോൻ നോൺ വെജ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സംയുക്ത വർമ്മയുടെ വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യാറില്ല, സംയുക്ത കഴിക്കാറുമില്ല. പക്ഷേ ബിജു മേനോൻ്റെ അമ്മ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് നല്ല ടേസ്റ്റായിട്ട് ഈ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അങ്ങനെയുള്ള ടേസ്റ്റുള്ള ആഹാരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ബിജു മേനോനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. സംയുക്ത വർമ്മയും പറയുന്നതാണ്, ഭക്ഷണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്, ഫ്രണ്ട്സിൻ്റെ ഒപ്പമുള്ള സമയത്തിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഭക്ഷണം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് ഇമോഷണലായിട്ട് കണക്ട് ചെയ്തിരിക്കും, പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കി കൊടുത്തിരുന്നത് പോലത്തെ ടേസ്റ്റുള്ള ഭക്ഷണം. അപ്പോൾ ഒത്തിരി വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കയറുന്ന ബിജു മേനോന് നല്ല ടേസ്റ്റുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ സ്വയം ഫീൽ ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ ഇതാണ് ഒരു സ്ത്രീക്ക് വേണ്ടത്. എല്ലാ സ്ത്രീകളും ഇങ്ങനെ ആയിരിക്കണം. എൻ്റെ പോലെ, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ കരിയറൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലിരിക്കുക, വീട്ടിലെ ജോലികളിൽ ആനന്ദം കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും സംയുക്ത വർമ്മ പറഞ്ഞിട്ടില്ല. അവർ ഇഷ്ടപ്പെട്ടെടുത്ത ഒരു തീരുമാനത്തിനെക്കുറിച്ച്, അവർ എൻജോയ് ചെയ്യുന്ന അവരുടെ ലൈഫിലെ ഒരു ചോയ്സിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, സംയുക്ത വർമ്മ എന്ന് പറയുന്നത് അവരൊരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന കാര്യത്തിനെ വളരെയധികം അവർ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ പറയേണ്ടതാണ്. പക്ഷേ അങ്ങനെ എൻജോയ് ചെയ്യാൻ പാകത്തിന് അത്രയും ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു അഭിനേത്രിയാണ്. നാളെ സംയുക്ത വർമ്മ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അടിച്ചാൽ അത് കാണാൻ, അതിനുവേണ്ടി ആ ഒരു ഒറ്റ വാചകത്തിൽ ആ സിനിമ കാണാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരു ഫാൻ ബേസ് സംയുക്ത വർമ്മയ്ക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷേ ബിജു മേനോൻ അടക്കമുള്ള ആളുകൾ നിർബന്ധിച്ചിട്ടും സിനിമയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്ത, അവരുടെ സ്വന്തം ചോയ്സിൻ്റെ ഭാഗമായിട്ട് ഇനി അഭിനയം വേണ്ട എന്ന് പറഞ്ഞ് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതയാവുന്ന ഒരാളാണ്. അവരെ സോഷ്യൽ മീഡിയയിൽ ജഡ്ജ് ചെയ്യുന്ന രീതിയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതായത് ലൈഫിൽ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, ആ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന, നമ്മൾ സംയുക്ത വർമ്മയുടെ ഫാഷനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടാവും, റൈറ്റപ്സ് കണ്ടിട്ടുണ്ടാവും, സംയുക്ത വർമ്മയുടെ യോഗയെക്കുറിച്ചുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരിവിടെ ആക്റ്റീവായി നിൽക്കുകയാണ് അവർക്കിഷ്ടമുള്ള കാര്യം ചെയ്തിട്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കുമ്പോൾ ഇതിനെ രണ്ട് രീതിയിൽ, രണ്ട് എക്സ്ട്രീം സൈഡിൽ നിന്ന് നോക്കി കാണുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അതിലൊന്ന് ഈ ബ്രോ വോൺ, ഏത് ദൈവത്തോടാണ് ബിജു മേനോൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിഞ്ഞിട്ടാണ്, എനിക്ക് അതുപോലെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ചേച്ചിയെ കിട്ടാൻ എന്ന് ആഗ്രഹിക്കുന്ന കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ഒരെണ്ണം ഇങ്ങനെയാണ്: ജീവിതത്തിൽ പുള്ളിക്കിനി മറ്റൊന്നും വേണ്ട, അത്രയ്ക്ക് ഭാഗ്യവാനാണ് ആ മനുഷ്യൻ എന്നാണ് മാർക്ക് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ബിജുവേട്ടന് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം എന്ന രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാറ്റേൺ വെച്ചിട്ടാണ്. ഫുൾ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നില്ല. പക്ഷേ അത് കണ്ടിട്ട് അതാണ് ലൈഫിൽ വേണ്ടത്, ഒരു സ്ത്രീ അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എക്സ്ട്രീം വിങ് ആണ്. ഇനി മറ്റൊരു എക്സ്ട്രീം വിങ് ഉണ്ട്. നമ്പർ 1, ടോക്സിക് റിലേഷൻഷിപ്പ് എന്നാണ്. ഇതെങ്ങനെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നത്? ഒരു സ്ത്രീ അവരുടെ കരിയർ ഉപേക്ഷിച്ച് ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി അടുക്കളയിൽ ഒടുങ്ങുകയാണ് എന്ന് പറയുന്ന, അവരുടെ ചോയ്സ് അല്ലാത്തൊരു കാര്യത്തിനെ നിർബന്ധിച്ച് അവരുണ്ടാക്കിയ കരിയർ നശിപ്പിച്ച് വീട്ടിൽ ഇങ്ങനെ തളച്ചിട്ട് ബിജു മേനോൻ സംയുക്തയോട് പറയാണ് നീ അഭിനയിച്ച് പോകരുത് എന്ന് പറയുകയാണെങ്കിൽ അതിനെ നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് അവർ ഹാപ്പി ആയിട്ടിരിക്കുകയുള്ളൂ. ഇതെങ്ങനെയാണ് ടോക്സിക് റിലേഷൻഷിപ്പ് ആവുന്നത്? ഇവരുടെ ഈ റിലേഷൻഷിപ്പിനെ നമുക്ക് വേണമെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പ് ആക്കാം. അതിന് ബിജു മേനോൻ ഒന്ന് മനസ്സിലാക്കണം. നീ നിൻ്റെ ഇഷ്ടം യോഗ എന്ന് പറഞ്ഞ് ഇങ്ങനെ സമയം കളയാനൊന്നും പറ്റില്ല, മര്യാദക്ക് പോയി അഭിനയിച്ചോ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് വിളിക്കാം. ഇതിൽ ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റില്ല. രണ്ട് വ്യക്തികൾ അവർ ഒരുമിച്ച് ജീവിക്കുന്നു, രണ്ടുപേരും അവരവരുടെ ചോയ്സുകൾ വെച്ച് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ മറ്റേയാളെ പരിഗണിക്കുമ്പോൾ, ഇമോഷണലി പരിഗണിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് എന്നൊരാൾ തീരുമാനിക്കുമ്പോൾ അത് അവരുടെ സന്തോഷമല്ലേ. അടുത്തൊരു കമൻറ്റ്, നോ നീഡ് ടു പേ, ഹയർ എ മെയ്ഡ് എന്നുള്ളതാണ്. പാചകം ചെയ്യുക, അടുക്കളയിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറഞ്ഞ് അതിനുവേണ്ടി നിർബന്ധിച്ച് അവർ അടുക്കളയിൽ തളച്ചിടുമ്പോൾ നമുക്കത് മോശമാണ് എന്ന് പറയാം. പക്ഷേ ഇവിടെ ഒരാൾ മറ്റേ ആൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പിന്നെ പുള്ളിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്തൊരു ചിരി കാണുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്, അതുകൊണ്ട് ഞാനായിട്ട് കയറി ചെയ്യുന്നു എന്ന് ഒരാൾ പറയുമ്പോൾ അത് ചോയ്സാണ്. ചോയ്സിനെ ചോയ്സ് ആയിട്ട് കാണണം. മറ്റത് അടിച്ചേൽപ്പിക്കലാണ്. അടിച്ചേൽപ്പിക്കൽ വരുമ്പോൾ നമുക്ക് ഈ കമൻ്റ് ഇടാം. അടുത്തൊരു കമൻറ്റ്, നൗ ഐ നോ വൈ ഷീ സ്റ്റോപ്ഡ് ആക്ടിങ്. അതായത് അഭിനയം നിർത്തിയത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അവരുടെ ചോയ്സ്. അതിന് ചോയ്സായി കാണൂ, മനസ്സിലാക്കൂ. നമ്മൾ കമൻറ്റ് ബോക്സിലേക്ക് പോകുമ്പോൾ ഈ രണ്ട് എക്സ്ട്രീമിസ്റ്റ് കമൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ രണ്ട് എക്സ്ട്രീമിസ്റ്റുകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധമാണ്. ഈ മെയ്ഡ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നിങ്ങളുടെ വീട്ടിൽ പോയി അമ്മയെ നോക്കൂ, അമ്മുമ്മയെ നോക്കൂ, അവരൊക്കെ അടുക്കളയിൽ പണിയെടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും ഇതിനെ രണ്ട് എക്സ്ട്രീം സൈഡിൽ കണ്ടിട്ട് ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന സംയുക്ത വർമ്മയുടെ ചോയ്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് ആരും വരുന്നില്ല. അവരുടെ ചോയ്സ്, അവരുടെ സമാധാനം, അവരുടെ ഹാപ്പിനെസ് ഇത് കാണുന്നതിന് പകരം എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്ട്രീം പോയിന്റ് പിടിച്ചിട്ട് നമുക്ക് യുദ്ധം ചെയ്തേ പറ്റും.
അവിടെയാണ് ഈ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നത്. ആ യുദ്ധം കണ്ട് മടുക്കുമ്പോൾ എന്തായാലും സിനിമ വിശേഷങ്ങളൊക്കെ ആയിരുന്നല്ലോ, സിനിമ അവിടെ നിൽക്കട്ടെ, നമുക്കിനി കുറച്ച് പൊളിറ്റിക്സിലേക്ക് വരാം. അടുത്ത ഉദാഹരണം എന്ന് പറയുന്നത് ദിവ്യ എസ് അയ്യർ IAS ആണ്. അവർ സബ് കളക്ടറായിരുന്ന സമയത്താണ് അന്ന് MLA ആയിരുന്ന ശബരിനാഥിനെ വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരും പൊതുജന സേവകരാണ്. ഒരാൾ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അയാൾ ജനങ്ങളെ സേവിക്കുന്നു. മറ്റേയാൾ അവർ ഗവൺമെൻറ് സർവീസിലാണുള്ളത്. അങ്ങനെയും അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ ഈ പൊതുജന സേവനം, അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്കൊരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ ഉണ്ടാവാൻ പാടില്ല, ആ രീതിയിൽ അവർ ജനങ്ങളെ സേവിക്കുന്നു. രണ്ടുപേരും ജനങ്ങളെ സേവിക്കുകയാണ്. ഒരാൾ സബ് കളക്ടറായിരുന്നു, മറ്റേയാൾ MLA ആയിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും അറിയാം രണ്ടുപേരുടെയും ജോലിയിലുള്ള തിരക്കുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഗമായി വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. ഒരാൾക്കൊരു കറക്റ്റായിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ മറ്റേ ആൾക്ക് രാഷ്ട്രീയ കക്ഷി എന്ന് പറയുന്ന ആംഗിളിൽ പോകാൻ പറ്റില്ല. പക്ഷേ അവരുടെ ജോലിയാണ് അവരുടെ രാഷ്ട്രീയം എന്ന് ദിവ്യ എസ് അയ്യർ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഒരു റീല് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഞാനെന്ന് പറയുന്ന വ്യക്തി ശബരിനാഥന്റെ ഭാര്യയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നിർവചിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സമൂഹം എന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ IAS കാരിയായി ഇവിടെ സബ് കളക്ടർ ആയതിനു ശേഷമാണ് വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അതെ, അദ്ദേഹം ആ സമയത്ത് MLA ആയിരുന്നു. അപ്പോൾ എൻ്റെ വ്യക്തിത്വം നിർവചിക്കപ്പെടുന്നത് ആ ഒരു ഐഡന്റിറ്റി കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ തൊഴിൽ ആണ് എൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ എപ്പോഴും എൻ്റെ പ്രവൃത്തിയിലൂടെ കാണിച്ചിട്ടുണ്ട് എന്നുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിലൊന്നും ആളുകൾ എന്നെ നോക്കിയിട്ടില്ല. പ്രത്യേകിച്ചും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല. ഇല്ല. അങ്ങനെ തൻ്റെ പൊളിറ്റിക്സും തൻ്റെ സ്റ്റാൻഡും ക്ലിയറായി പറയുന്ന, വളരെ സ്ട്രോങ് ആയി ഔദ്യോഗിക കർത്തവ്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ഒരാളായിട്ടാണ് നമ്മൾ പൊതു ഇടങ്ങളിൽ ദിവ്യ എസ് അയ്യരെ കാണുന്നത്. ദിവ്യ എസ് അയ്യരും ശബരിനാഥും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഈ പേഴ്സണൽ ലൈഫിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇവർക്ക് രണ്ടുപേർക്കും അത് ഡിഫറെൻ്റായിട്ട് തന്നെ നിർത്താനും അങ്ങനെ മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ട്. പക്ഷേ കമൻറ്റ് ബോക്സിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ഒരു പ്രധാനപ്പെട്ട കമൻ്റ് ഇങ്ങനെയാണ്: ഇയാൾ വന്നതോടെ ശബരിനാഥൻ്റെ കഷ്ടം തുടങ്ങി, തോൽപ്പിക്കാൻ വേറെ ആരും വേണ്ട, ഇവള് കാരണം ഇവൻ്റെ കഷ്ടകാലം തുടങ്ങി. ഇവിടെ എല്ലാം നിങ്ങൾ ഈ കമൻറ്റ് ബോക്സുകളിലെല്ലാം പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദിവ്യ എസ് അയ്യരെ കുറ്റപ്പെടുത്തുന്നു. ഇവള് കാരണം ഇവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്നാണ്. ശബരിനാഥിനോട് പറയുന്നത് പോലും ഇവളെ നിലയ്ക്ക് നിർത്തണം, ഇവളെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്നാണ്. ശബരിനാഥ് എന്ന് പറയുന്നത് മുൻ UDF MLA ആയിരുന്നു, ഇപ്പോഴും കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകൻ തന്നെയാണ്. ദിവ്യ എസ് അയ്യർ IAS ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. കേരള ഗവൺമെൻറ് LDF ആണ് ഭരിക്കുന്നത്. കേരള ഗവൺമെൻറ്റും ദിവ്യ എസ് അയ്യർ IASഉം പൊതുജന സേവനം എന്ന് പറയുന്ന അവരുടെ ഒരു പൊതു മേഖലയിലേക്ക് വരുമ്പോൾ സഹപ്രവർത്തകരാണ്. സ്വാഭാവികമായും അവർക്കൊപ്പം ജോലി ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റുകളിലൊക്കെ അവരുടെ ഭാഗമായി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് LDFൻ്റെ മന്ത്രിമാരൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരു പ്രൊജക്റ്റ് നന്നായി പോകുന്നു, അല്ലെങ്കിൽ മറ്റ് സഹപ്രവർത്തകരോടെല്ലാം ഏറ്റവും നന്നായി പെരുമാറുന്നു, ജനസേവനത്തിന് മുൻഗണന കൊടുക്കുന്നു എന്ന് അവർക്ക് തോന്നുന്ന LDF MLAമാരെക്കുറിച്ച്, മന്ത്രിമാരെക്കുറിച്ച് അവർ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ ഒന്ന് കുലുങ്ങുകയാണ്. ദിവ്യ എസ് അയ്യർ അങ്ങനെ പറയാൻ പാടില്ല. എന്താ കാരണം? ദിവ്യ എസ് അയ്യർ IASൻ്റെ ഭർത്താവ് UDF പ്രവർത്തകനാണല്ലോ. അപ്പോൾ എങ്ങനെ LDFനെ പുകഴ്ത്തും? അവിടെ ദിവ്യ എസ് അയ്യരുടെ ഐഡൻറ്റിറ്റിയെ കംപ്ലീറ്റ്ലി, ആ IAS എന്ന് പറയുന്ന അവരുടെ പദവിയെ, അവർ ചെയ്യുന്ന ജോലിയെ മുഴുവനായി ക്യാൻസൽ ചെയ്ത് ശബരിനാഥിൻ്റെ ഭാര്യ മാത്രമായി മാറ്റുകയാണ്. അങ്ങനെ മാത്രം അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സോഷ്യൽ മീഡിയ മാറും. ഒരു പക്ഷേ ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ മനസ്സിൽ കാണുന്ന ദിവ്യ എസ് അയ്യർ ഈ LDFൻ്റെ MLAമാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് അവരെ കാണാൻ ചെല്ലുന്ന സമയത്ത് എന്താ ഒന്നും നടക്കൂല, പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ഒരാളായിരിക്കും. അങ്ങനെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനെ അല്ല അവർ ആത്മാർത്ഥമായി ജോലി ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിനോടൊപ്പം ഒരേ മനസ്സായി നിന്ന് ജനസേവനം എന്ന് പറയുന്നൊരു ഉദ്ദേശത്തിൽ തനിക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അവരവരുടെ ജോലിയെ രാഷ്ട്രീയമായി കാണുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രസക്തമാവുന്നത് അവിടെയാണ്. നാളെ UDF ഭരിച്ചാൽ UDFൻ്റെ ജനപ്രതിനിധികളോടൊപ്പം നിന്നുകൊണ്ട് ജനസേവനത്തിന് മുൻഗണന കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ ദിവ്യ എസ് അയ്യർ IASൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഇന്ന് അവർ LDF ഭരിക്കുന്നുണ്ട്, LDFൻ്റെ ജനപ്രതിനിധികളോടൊപ്പം നിൽക്കുന്നു. മുൻപ് കേരളത്തിലൊരു മുൻ മന്ത്രിക്കൊപ്പം ദിവ്യ എസ് അയ്യർ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയുടെ താഴെ വന്ന കമൻസ് നമ്മൾ കാണുമായിരുന്നു. അവരുടെ ഭർത്താവ് ശബരിനാഥ് ഇങ്ങനെ നടന്നോ, ഭാര്യ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ കണ്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെയും ഈ ബ്ലെയിം പോകുന്നത്, ഏറ്റവും അവസാനം കുറ്റപ്പെടുത്തൽ പോകുന്നത് ദിവ്യ എസ് അയ്യർ എന്ന ഭാര്യ. അവരിങ്ങനെ പെരുമാറണം, അവരെ നിലയ്ക്ക് നിർത്തേണ്ട ഉത്തരവാദിത്തം ശബരിനാഥിനാണ് എന്ന് പറഞ്ഞ് ഈ ഭാര്യ എന്ന് പറയുന്ന
ആ റോളിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ പ്രൊഫഷനോട് അവർ ആത്മാർത്ഥത കാണിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആ പ്രൊഫഷനേക്കാൾ കൂടുതൽ അവർ ഭർത്താവിൻ്റെ പാതാരവിന്ദങ്ങളിലേക്കാണ് പോകേണ്ടത്. ഈ ദിവ്യാസ് അയ്യർ ഈ പറയുന്ന IAS പണിയെല്ലാം ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് ശബരിനാഥിന് കുറി തൊട്ട് കൊടുത്ത് നിങ്ങൾ പോയി ജയിച്ചിട്ട് വാ എന്ന് പറയുന്ന ഫോട്ടോയൊക്കെ ഈ വനിതാ മാഗസിനുകളിൽ അച്ചടിച്ച് വരാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ഈ കൺട്രോളിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ദിവ്യയെ കൺട്രോൾ ചെയ്യാൻ ശബരിനാഥിനോട് ആവശ്യപ്പെടുന്നത് കാണാൻ പറ്റും. പക്ഷേ ശബരിനാഥിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അയാളുടെ പൊളിറ്റിക്കൽ നിലപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ദിവ്യയോട് പറയുന്ന ഒരൊറ്റ കമൻറ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടത് ഭാര്യയാണെന്നുള്ളതാണ്. ഈ പോയിന്റിലാണ് നമ്മൾ അടുത്ത ഉദാഹരണത്തിലേക്ക് പോകുന്നത്. കാരണം ആ സ്ത്രീയെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആഹ്വാനം ചെയ്തത് അവരുടെ അമ്മായിയമ്മയോടാണ്. മരുമകളെ നിലയ്ക്ക് നിർത്തണം എന്ന് പറഞ്ഞ് മല്ലിക സുകുമാരനോട് ആവശ്യപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ വീഡിയോ ക്ലിപ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ അവരുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയയിൽ ഒരു പെർട്ടിക്കുലർ വിഷയത്തിൻ്റെ പേരിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സമയത്ത് ഭർത്താവിന് വേണ്ടി അവരൊരു പോസ്റ്റ് ഇട്ടു, അവർ ശബ്ദമുയർത്തി. അതിൻ്റെ പേരിലാണ് ആ പെണ്ണിനെ, സുപ്രിയ മേനോനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി അവരുടെ അമ്മായിയമ്മയോട് പറയുന്നത്. കാരണം അവരുടെ റോള്, അവരുടെ ഐഡൻറ്റിറ്റി ഈ ആക്രോശിക്കുന്ന ആളുകൾ കാണുന്നത് പൃഥ്വിരാജിൻ്റെ ഭാര്യ അല്ലെങ്കിൽ മല്ലിക സുകുമാരൻ്റെ മരുമകൾ എന്നുള്ളത് മാത്രമാണ്. BBC-യിലെ ഏറ്റവും കരുത്തുറ്റ പ്രവർത്തകരിൽ ഒരാളായിട്ട് അവർക്ക് സുപ്രിയ മേനോനെ അറിയില്ല. വിവാഹശേഷം മലയാളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസായിട്ട് നിലനിൽക്കാൻ പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന സുപ്രിയ മേനോൻ എന്ന് പറയുന്ന പാർട്ട്ണറെ അവർക്ക് അറിയില്ല. അവരാകെ കണ്ടിട്ടുള്ളത് പൃഥ്വിരാജ് കല്യാണം കഴിച്ചൊരു പെണ്ണ്. കാരണം ഭാര്യ ആയിക്കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുന്ന ആ സങ്കുചിത മനോഭാവത്തോടുകൂടി മാത്രം സുപ്രിയ മേനോനെ നോക്കിക്കാണുന്നതുകൊണ്ടാണ് ഇത്തരം കമൻറ്റുകൾ ഉണ്ടാകുന്നത്. സുപ്രിയ മേനോൻ ധന്യവർമ്മയായിട്ട് ഉണ്ടായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ അവരുടെ വിവാഹത്തെക്കുറിച്ചും വിവാഹാനന്തരം എന്താണ് ചെയ്യേണ്ടതെന്നും അതുപോലെ ഇവരുടെ പ്രൊഡക്ഷൻ ഹൗസിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ തീരുമാനിച്ചതെന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അന്ന് ആക്ച്വലി ഒരു ദിവസമായിട്ടുള്ള ഒരു ഡിസിഷൻ എത്തിയത്. ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ ബോസിന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളാണ്, കുറച്ച് ഫേമസ് ആണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് പെട്ടെന്ന് പോയി കല്യാണം കഴിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് 6 മാസം ലീവ് തരുള്ളൂ. അപ്പം 6 months ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ 6 months എക്സ്റ്റെൻഡഡ് ഹണിമൂൺ പീരീഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഹണിമൂൺ പീരീഡ് ആണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്രയും കുറെ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു. കല്യാണം ഇങ്ങനെ സ്വകാര്യമായി കഴിച്ചതിൽ, പിന്നെ എന്നെ കല്യാണം കഴിച്ചതിൽ കുറെ പേർക്ക് അതിന്റേതായ കുറെ ബാക്ക്ലാഷ് ഉണ്ടായിരുന്നു, കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ സമയത്ത് വലുതായി ഇങ്ങനെ വെളിയിലെടുക്കായിരുന്നു ആ സമയത്ത്. സോ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു പോകാനുള്ള ഡിസിഷൻ എടുത്തത്. എനിക്ക് 6 months കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്റെ ജോലി ചെയ്താലും 6 months കഴിഞ്ഞിട്ട് പോകും ഉള്ള രീതിയിൽ തന്നെയാണ് വന്നിരുന്നത്. അവിടെ തിരിച്ചു പോയി കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത് 6 months എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണാനും പറ്റില്ലായിരുന്നില്ല. പിന്നെയും പണ്ടത്തെ പോലെ ആയി. ഇപ്പൊ മാസത്തിൽ ഒരിക്കലായിരുന്നു മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാസത്തിൽ maybe 2 times. അപ്പോൾ ഒരു ഹോമിന്റെ കോൺസെപ്റ്റ് ഐ ഫെൽറ്റ് വാസ് ഇമ്പോർട്ടന്റ് നമ്മൾ രണ്ടുപേർക്കും. ഐ ടുക്ക് ദ ഡിസിഷൻ നോയിങ് I was fully confident in my abilities to come back at any time that I could come back. I knew that. But ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ അതേപോലെ ഭയങ്കര ഹെവി ഹാർട്ട് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഹെവി ഹാർട്ടിന്റെ കൂടെ ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. എന്താണ് പുതിയത്, ഞാനൊരു വീട് വെക്കാൻ പോകുന്നത്, സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്, പൃഥ്വിരാജിന്റെ കൂടെ പുതിയ ലൈഫാണ്, എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത്, ആ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അന്ന് വേറെ ഒന്നും ആലോചിച്ചില്ല. ഇത് വാസ് ഇമ്പോർട്ടന്റ്. ബിക്കോസ് പൃഥ്വിരാജിന് ബോംബെയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല. Had it been that, he would have moved for sure. Yes. Knowing him and knowing how progressive he is, he would have moved for me. But it was not a situation. So unfortunately, I have to take that step to make this marriage work also. ഇപ്പോൾ കുറേ പേര് വിചാരിക്കുമോ എന്താണ് പൃഥ്വിയുടെ പൈസ എടുത്തിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾ തുടങ്ങിയത് രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ഫണ്ടിങ് ഇട്ടിട്ടാണ് തുടങ്ങിയത്. അത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. വേറെ ആർക്കും കാണിക്കാനല്ല, എന്റെ മനസ്സിന് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ആൻഡ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ കമ്പനിയിൽ. വെറുതെ എന്റെ പേര് മാത്രം ഇട്ടിട്ട് പ്രസന്റഡ് ബൈ പ്രൊഡ്യൂസ് ബൈ എന്നല്ല ചെയ്യുന്നത്. ഞാൻ ഈ കമ്പനിക്ക് വേണ്ടി, കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ടും പ്രോഗ്രസിന് വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഇറ്റ്സ് an equal partnership. ഞങ്ങളുടെ 50-50 പാർട്ണർഷിപ്പ് ആണ് കമ്പനി as well. And I feel there are certain decisions like ക്രിയേറ്റീവ് ആണെങ്കിൽ ഞാൻ പൃഥ്വി പറയുന്ന തീരുമാനങ്ങളായിരിക്കും കൂടുതലും ഞാൻ I think bow down ചെയ്യുന്നത് ആ സിറ്റുവേഷനിൽ. But if I have a point and I'm standing very strongly by it, then he also has to make space for my opinion and my thoughts. Similarly, if there is something to do with, say, the finance or the management, I have a better say because I know how to do this probably a bit better than he would. So I think it's I wouldn't call it equal. I think sometimes it's 70-30, sometimes again it is 60-40, depending on who is stronger at that point in time or whose point of view is stronger at that point in time. But conflicts are there. But that is the beauty, right, of a relationship or any place. Dissent is so important. In any kind of situation. We live in a democracy. ഡിസെന്റ് വളരെ ഇമ്പോർട്ടന്റ്. എല്ലാവിധ ശബ്ദങ്ങളും കേൾക്കണം. അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യം വെച്ചാൽ ഒരു വലിയ ലൈഫ് അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രം. അവരുടെ കരിയർ അവരെ അവസാനിപ്പിക്കാൻ
തീരുമാനിച്ചിരുന്ന ഒന്നല്ല. വളരെ സ്ട്രോങ് ആയി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വിവാഹശേഷം ഒരു 6 മാസം അവർക്കൊരു എക്സ്റ്റൻഡഡ് ഹണിമൂൺ പോലെ അവർ ലീവ് എടുത്തതിന് ശേഷം രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവർ മനസ്സിലാക്കുന്നു. ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അവർ വരുന്നു. പൃഥ്വിരാജ് വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരാളാണ്. മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആ സമയത്ത് എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പൃഥ്വിരാജ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അവരവിടെ ഒരുമിച്ച് ജീവിക്കുമായിരുന്നു. പക്ഷേ പൃഥ്വിരാജ് ഇവിടെ സിനിമകളുമായിട്ട് ബിസിയാണ്. പൃഥ്വിരാജ് ആദ്യമേ സുപ്രിയോട് പറഞ്ഞിരുന്നു, എനിക്ക് സിനിമയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. അതവർ ആസ് എ പാർട്ട്ണർ മനസ്സിലാക്കുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ മുൻകൂട്ടി പറഞ്ഞു എന്നുള്ളതും അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതുമാണ് അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ളൊരു ബ്യൂട്ടി. പൃഥ്വിരാജ് ഇൻ്റർവ്യൂസിലൊക്കെ വന്ന് ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് വിവാഹം കഴിച്ചത് എന്ന് അയാൾ പറയുമ്പോൾ എത്രമാത്രം സിനിമയെക്കുറിച്ച് പാഷനേറ്റായി അയാൾ സുപ്രിയോട് സംസാരിച്ചിട്ടുണ്ടാവാം. സോ അതവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ ആരെങ്കിലും ഒരാൾ അവനവൻ്റെ സിറ്റി വിട്ട് മറ്റൊരു സിറ്റിയിലേക്ക് മൂവ് ചെയ്തേ പറ്റൂ എന്നൊരു സാഹചര്യം വരുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ തീരുമാനം എടുക്കേണ്ടി വന്നു എന്നവർ പറയുമ്പോഴും അവരുടെ കോൺഫിഡൻസ് ഏത് മൊമെൻറ്റിലും തിരിച്ചു പോയാൽ ആ കരിയർ അവരത്രയും ബിൽഡ് ചെയ്തുണ്ടാക്കിയത് അത് അവിടെ ഉണ്ട് എന്ന ബോധ്യമാണ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം, ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നത് ഒരു സ്ത്രീയാണല്ലോ, അതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം. അവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്, അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തൊരു കരിയറാണ്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സുപ്രിയ മേനോൻ എല്ലാം ഉപേക്ഷിച്ച് വന്ന ഒരാളല്ല. ഏത് നിമിഷവും തിരിച്ചു പോയാൽ താൻ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് തനിക്കൊപ്പം അവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള, ഇനി ഒരു കരിയർ ഷിഫ്റ്റ് ഉണ്ടാവുകയാണെങ്കിലും അവിടെയും എക്സൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളൊരു സ്ത്രീയാണ്. അവരൊരു ഫാമിലി ഒരുമിച്ച് ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ റെഡിയായിരുന്നു. കൂട്ടത്തിൽ ഒരാൾ ഒരു തീരുമാനം എടുത്തേ പറ്റൂ എന്നൊരു സാഹചര്യത്തിൽ അവരിങ്ങനൊരു തീരുമാനം എടുത്തു. അപ്പോൾ പോലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സുപ്രിയ മേനോനെ അല്ല കാണുന്നത്. അവരൊരുമിച്ചൊരു ലൈഫ് ബിൽഡ് ചെയ്തു. അതിനുശേഷം അവരുടെ കരിയറിലേക്ക് അവർ ഫോക്കസ് ചെയ്യുമ്പോൾ, പൃഥ്വിരാജിനോടൊപ്പം അവർ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഭാഗമാവുമ്പോൾ ഇത് 50-50 പാർട്ട്ണർഷിപ്പാണ് എന്നവർ ഉറപ്പിച്ചു. അത് എൻ്റെ ആവശ്യമായിരുന്നു എന്ന് സുപ്രിയ മേനോൻ പറയുമ്പോൾ അതിൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 50% അവരെടുത്തു എന്നാണ് പറയുന്നത്. പൃഥ്വിരാജ് വലിയ സ്റ്റാറല്ലേ, അയാളുടെ കാശില്ലേ, അയാൾ പൈസ മുടക്കട്ടെ, ഞാൻ മാനേജ് ചെയ്യാം എന്ന് പറയുന്നൊന്നുമല്ല. ആ പരിപാടി തുടങ്ങുന്നെങ്കിൽ ഒരുമിച്ച് ഒരേപോലെ ഇൻപുട്ട് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അവർ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത പോലെ. അതിനുശേഷം അവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പോലും പൃഥ്വിരാജിന് കൃത്യമായി തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പൃഥ്വിരാജ് തീരുമാനം എടുക്കും. എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ കൂടി ഒപ്പീനിയൻ അയാൾ കേൾക്കേണ്ടതാണ് എന്ന ഉറപ്പുള്ള, അത് പറയുന്ന, അത് നടത്തിയെടുക്കുന്ന, താൻ എവിടെയൊക്കെയാണ് എക്സൽ ചെയ്യുക എന്നുള്ളത് അത് നോക്കി ആ കമ്പനിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്ന, അങ്ങനെ വളരെ കേപ്പബിൾ ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വുമണെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത്രയൊക്കെ പുരോഗമനം പറയുന്ന ആളുകളായിട്ടും ഇവിടെയും ഒരു സ്ത്രീ തന്നെയാണല്ലോ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത് എന്നൊരു തോന്നൽ നമുക്കുണ്ടായേക്കാം. അത് സ്വാഭാവികമാണ്. പക്ഷേ അവരവരുടെ കരിയർ അവസാനിപ്പിച്ചിട്ട് ഉണ്ടാക്കിയതെല്ലാം ഉപേക്ഷിച്ച് ത്യജിച്ചിട്ട് വന്ന ആളല്ല. തന്നെയുമല്ല, എന്നെ വിവാഹം കഴിച്ച് എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നീ നിൻ്റെ ജോലി ഉപേക്ഷിച്ചേ പറ്റൂ എന്ന് പൃഥ്വിരാജ് പറഞ്ഞുകൊണ്ട് രാജിവെച്ച ആളല്ല. അവരുടെ ലൈഫും മറ്റൊരു കരിയറും ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ധാരണയോടുകൂടി സ്വന്തമായി തീരുമാനമെടുത്ത്, സ്വന്തം ചോയ്സിൻ്റെ ഭാഗമായി മാത്രം തീരുമാനമെടുത്ത, ആ തീരുമാനമെടുത്തതിനെ കുറിച്ച് പറയുമ്പോൾ അവർ സംസാരിക്കുന്ന അവരുടെ ബോസ് കൊടുത്ത ഉപദേശത്തിനെ കുറിച്ചാണ്. പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞു എന്നല്ല, ബോസും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഹെർ ചോയ്സ്. പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സുപ്രിയ മേനോൻ്റെ അവരുടെ കഴിവിനെ, ഇൻ്റലിജൻസിനെ, ഇൻഡിപെൻഡൻസിയെ ഒക്കെ കണ്ടിട്ടാണ് അവരോട് അട്രാക്റ്റഡ് ആയതെന്നാണ് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും അറിയാം അവനവൻ്റെതായിട്ടുള്ള കരിയർ ഉണ്ടാവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുടെ പ്രാധാന്യം 2 പേർക്കും ഒരുപോലെ അറിയാം. അത്രയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അവർ. സുപ്രിയയെ സംബന്ധിച്ച് ഇതിൽ എക്സൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് തിരിച്ചു പോകാനൊരു കരിയർ ഉണ്ട് എന്നൊരു തോന്നൽ ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മലയാളത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് സക്സസ്ഫുൾ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളായി, പ്രൊഡക്ഷൻ ഹൗസിൽ ഒന്നായി ഇതിനെ റൺ ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവരവരുടെ കഴിവിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഈ 3 ഉദാഹരണങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, 3 പേരുടെ പേര്, സംയുക്ത വർമ്മ, ദിവ്യ എസ് അയ്യർ, സുപ്രിയ മേനോൻ. ഇവർ 3 പേരും അവരുടെ കരിയറിൽ 3 തരം ചോയ്സ് എടുത്തിട്ടുള്ള ആളുകളാണ്. ഈ 3 പേരിൽ ആരാണ് യഥാർത്ഥ ഫ്രീഡം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ 3 പേരിൽ ആര് ചെയ്തതാണ് യഥാർത്ഥ പുരോഗമനം? എന്നെ സംബന്ധിച്ച് 3 പേരും ഫ്രീഡം അനുഭവിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പുരോഗമനപരമായ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. കാരണം അവർക്ക് 3 പേർക്കും അവരുടെ ചോയ്സ് ഉണ്ടായിരുന്നു.
അവരുടെ മാത്രം ഇഷ്ടത്തിൻ്റെയും ചോയ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് അവർ ജീവിക്കുന്നത്, അവരുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സംയുക്ത വർമ്മ അവർക്ക് ഇഷ്ടമുള്ള റീഡിങ്ങും സിനിമ കാണലും യോഗയും പിന്നെ ബിജുവേട്ടന് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ദിവ്യ എസ് അയ്യർ ഒരു ഭാര്യ ആയാൽ ഇങ്ങനെ വേണം, ഭാര്യയ്ക്ക് രാഷ്ട്രീയപരമായ കടമകൾ കൂടിയുണ്ട് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ വളരെ മോശമായി അവരെ ചിത്രീകരിക്കുന്ന ഇത്രയും മോശം വിമർശനങ്ങളൊക്കെ വരുമ്പോഴും അവരുടെ ജോലിയെയും അവരുടെ കുടുംബജീവിതത്തെയും പ്രൊഫഷനെയും പേഴ്സണൽ ലൈഫിനെയും ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. സുപ്രിയ മേനോൻ അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കരിയർ ഉപേക്ഷിച്ച് പൃഥ്വിരാജുമായി ഒരു ലൈഫ് ബിൽഡ് ചെയ്യാനും അവരുടേതായ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും സാധിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. പൃഥ്വിരാജിനെ വിവാഹം കഴിച്ച ആ സമയം മുതൽ അവർ നേരിടേണ്ടി വന്ന സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ ബോഡി ഷെയ്മിങ് അടക്കം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും വിമർശനങ്ങളും അറ്റാക്കുകളും മര്യാദ പഠിപ്പിക്കണമെന്ന് അമ്മായിയമ്മയ്ക്ക് മെസ്സേജ് കൊടുക്കലും ഒക്കെ ഉണ്ടാകുമ്പോഴും അവരവരുടെ ചോയ്സിൽ എക്സൽ ചെയ്തിട്ടുള്ള ഒരാളാണ്, വളരെ ഹാപ്പിയായി ജീവിക്കുന്ന ഒരാളാണ്. സ്വന്തം ലൈഫിൽ ഒരു ചോയ്സ് എടുക്കുക, ആ ചോയ്സ് അനുസരിച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് ആക്ച്വലി എത്ര പേർക്ക് പറ്റുന്നുണ്ട്. മുമ്പായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കള നോക്കിക്കോണം, വീട്ടിലിരിക്കണം, ജോലിയും പരിപാടിയും ഒന്നും പറ്റില്ല, പിള്ളേരെ നോക്കി ഭർത്താവിൻ്റെ സന്തോഷം നോക്കി അമ്മായിയമ്മ പറയുന്ന അനുസരിച്ച് വീട്ടിൽ ജീവിക്കണം എന്ന് പറയുന്ന അടിച്ചേൽപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കാലം മാറി നമ്മൾ പുരോഗമിച്ചു എന്ന് പറയുമ്പോൾ ഇന്നുണ്ടാകുന്ന അടിച്ചേൽപ്പിക്കലുകൾ എന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ കരിയർ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല, കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ, വീട്ടിലെല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ വേലക്കാരിയാണ്, ഭാര്യയല്ല, നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പുരോഗമനം എന്ന് പറയുന്നത് അവനവൻ്റേതായ ഒരു ചോയ്സ് ഉണ്ടാവുക ലൈഫിൽ, അതുമായി മുന്നോട്ട് പോകാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുക, അതിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്ന ആളുകളെ അനാവശ്യമായി ജഡ്ജ് ചെയ്യാതിരിക്കുക. നമുക്കുള്ളതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അവരവരുടേതായിട്ടുള്ള ചോയ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങാതിരിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ മറ്റുള്ളവരെ നിർബന്ധിക്കാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റുന്നുണ്ടോ? അങ്ങനെ പറ്റാത്തടത്തോളം, അങ്ങനെ ചെയ്യുന്നതിനെ തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്നിടത്തോളം അവിടെ പുരോഗമനം എന്ന് പറയുന്നൊരു കാര്യമോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നൊരു കാര്യമോ ഇല്ല. നമ്മൾ ഈ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇപ്പോൾ കുറച്ച് ക്ലീവേജ് കാണിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഒരു അഭിനേത്രിയോ അല്ലെങ്കിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാറുമറയ്ക്കൽ സമരമൊക്കെ നടത്തി ഇവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് ഇതിനാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വെക്കുന്ന ആളുകളുണ്ട്. ഈ ബഹളം വെക്കുന്ന ആളുകൾ മനസ്സിലാക്കാത്തൊരു കാര്യം, മാറുമറയ്ക്കൽ സമരം നടന്നിട്ടുള്ളത് ഇനി മുതൽ മാറുമറച്ചേ നടക്കാവൂ എന്ന് പറഞ്ഞിട്ടല്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അത് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലത്ത് പറഞ്ഞപ്പോൾ മാറുമറയ്ക്കാൻ അവകാശമുണ്ട് എന്നവർ തിരിച്ചു പറയാണ്, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. ഇതിനെ ഈ എക്സ്ട്രീമിൽ നിന്ന് നോക്കുന്ന ആളുകളാണ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങളെ ഒരു കാര്യമില്ലാതെ ടോക്സിക് എന്ന് മുദ്ര കുത്തുന്ന ആളുകളും ഇതാണ് ലൈഫ്, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിളംബരം ചെയ്യുന്ന ആളുകളും രണ്ടുപേരും ചെയ്യുന്നത് മറ്റുള്ളവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനകത്തേക്കുള്ള കടന്നുകയറ്റമാണ്, അനാവശ്യമായ പഠിപ്പിക്കൽ ശ്രമങ്ങളാണ്. ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് അവനവനിലേക്ക് നോക്കുക, ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ, ബാക്കിയുള്ളവരുടെ ചോയ്സസിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആവുക, അതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ബാക്കിയുള്ളവർക്കും സ്വതന്ത്രമായി ചിന്തിക്കാനും അവരുടെ ചോയ്സുകളുമായി മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മളും പുരോഗമനത്തിൻ്റെ പാതയിലാണെന്ന് പറയാം. അല്ലാത്ത പക്ഷം പുരോഗമനത്തിൻ്റെ പേരിൽ നിങ്ങൾ അക്രമം കാണിച്ചാലും നിങ്ങൾ അക്രമി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്, എന്താണ് പുരോഗമനം? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പരിഗണിക്കുക.